Hello friends, welcome to my YouTube channel, The Professional Social Worker. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ് സിസോഫ്രീനിയ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ സിസോഫ്രീനിയനെ കൺസിഡർ ചെയ്യുമ്പോൾ സിസോഫ്രീനിയ മോസ്റ്റ് സിവിയർ ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. സിസോഫ്രീനിയയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ തിങ്കിങ്, നമ്മുടെ ഇമോഷൻ, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെർസെപ്ഷൻ, ഈ നാലെണ്ണത്തിന് വളരെയധികം ഡിസ്റപ്റ്റിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ റിയാലിറ്റിനെ കുറിച്ചുള്ള നമ്മുടെ പെർസെപ്ഷൻ ആകെ മാറും, നമ്മുടെ തിങ്കിങ് മാറുമ്പോൾ നമ്മുടെ ഇമോഷൻസ് മാറും. അത് ഒബിയസ്ലി നമ്മുടെ ബിഹേവിയറിലും എഫക്ട് ചെയ്യും. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ മെയിൻ ആയിട്ടുള്ള 4 ഘടകങ്ങളിൽ ഡിസ്റപ്ഷൻസ് വരുമ്പോൾ എന്തുണ്ടായിരിക്കും, അയാളുടെ ഡെയിലി ലൈഫിനെ അത് എഫക്ട് ചെയ്യും. സോ മേജർ ഇമ്പാക്ട് ഓഫ് സിസോഫ്രീനിയ എന്ന് പറയുന്നത് അയാളുടെ ഡെയിലി ലൈഫ് ഫംഗ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇതിന്റെ ഏറ്റവും വലിയ മേജർ ആയിട്ടുള്ള ഇമ്പാക്ട് നമ്മുടെ ഡെയിലി ഫംഗ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും വലിയ ഡെബിലിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡെബിലിയേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, നമ്മളെ വളരെ വീക്ക് ആക്കുന്ന തരത്തിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഡെബിലിയേറ്റിംഗ് ആയിട്ടുള്ള ഡിസോർഡർ ആണ് സിസോഫ്രീനിയ. ഇനി ഇതിന്റെ സിംറ്റംസ് സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്. ഇതിന്റെ മേജർ ആയിട്ടുള്ള സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയാലിറ്റിനെ കുറിച്ചുള്ള നമ്മുടെ പെർസെപ്ഷൻ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷനെ ഇത് എഫക്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ തിങ്കിങ്, നമ്മുടെ ഇമോഷൻ, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെർസെപ്ഷനെ ഒക്കെ മാറ്റിമറിക്കുമ്പോൾ ഒബിയസ്ലി എന്തുണ്ടാവും, നമ്മുടെ റിയാലിറ്റിനെ കാണുന്ന രീതി തന്നെ ആകെ മൊത്തം മാറും. സോ ഇറ്റ് ഇഫക്ട് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിയാലിറ്റി. ഇത് ഇതിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് സൈക്കോട്ടിക് ഡിസോർഡറിന്റെ. ഇനി പറയാൻ പോകുന്നത് നമ്മൾ എപ്പിസോഡ്സ് ഓഫ് സൈക്കോട്ടിക് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്താ എപ്പിസോഡിക് ഓഫ് സൈക്കോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ഓറിയന്റേഷൻ ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോൾ എപ്പിസോഡിക് ഓഫ് സൈക്കോട്ടിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റിയാലിറ്റി ടച്ച് നമുക്ക് ലോസ് ആവുകയാണ്. നമുക്ക് റിയാലിറ്റി ഓറിയന്റേഷൻ, നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു റിയാലിറ്റിനെ കുറിച്ചുള്ള നമുക്ക് ബോധം ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മേജർ ആയിട്ടുള്ള ഇമ്പാക്ട് ഞാൻ പറഞ്ഞു, ഡെയിലി ഫംഗ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യുമെന്ന്. നമ്മുടെ ഒരാൾ ഡെയിലി ഫംഗ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യുമ്പോൾ എന്തിനൊക്കെ എഫക്ട് ചെയ്യും, നമ്മുടെ സോഷ്യൽ ഫംഗ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യാം, നമ്മുടെ ഒക്യുപ്പേഷണൽ ഫംഗ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യാം. ഒരിക്കലും ഈ ഇങ്ങനത്തെ ഒരാൾക്ക് നമ്മുടെ തിങ്കിങ്, ഇമോഷൻ, പെർസെപ്ഷൻ, ബിഹേവിയർ പാറ്റേണിലൊക്കെ ഡിസ്റപ്ഷൻസ് ഉള്ള ഒരാൾക്ക് നല്ല റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഒരു ഒക്യുപ്പേഷനായിട്ട് മുന്നോട്ട് പോകാനും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു കാര്യമുള്ളത് കൊഗ്നിറ്റീവ് ഡിഫക്റ്റ്. നമുക്കറിയാം, നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്ത് അത് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ലൈഫിൽ ഡേ ടു ഡേ വരുന്ന ഒരു ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ബാരിയേഴ്സിനെ സോൾവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം എന്താണ്, കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഡിഫക്ട്സ് ആണ് നമുക്ക് സിസോഫ്രീനിയയിലൂടെ സംഭവിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതിനും ഒപ്പം തന്നെ നമ്മൾ കുറച്ചുകൂടെ ഫിലിം ഓറിയന്റഡ് ആയിട്ട് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ കാണുമ്പോഴും നമുക്ക് കുറെ കാര്യങ്ങൾ, ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്കും. അപ്പൊ മലയാളത്തിൽ താളവട്ടം എന്ന് പറയുന്ന മൂവി ആക്ച്വലി സിസോഫ്രീനിയ ആണ് ആദ്യത്തെ ഹീറോയിന് മോഹൻലാലിന് ഉള്ളത്. എങ്കിൽ കൂടെ അതിന്റെ ഒരു സിംറ്റംസ്, ആ ഒരു ഇൽനെസിന്റെ ക്ലിയർ ആയിട്ടുള്ള സിംറ്റംസ് അതിൽ ഡിപിക്ട് ചെയ്തിട്ടില്ല. ബട്ട് 2001 ഇറങ്ങിയ എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറയുന്ന മൂവിയിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് സിസോഫ്രീനിയെ ഡെപിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മൂവീസ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മനസ്സിൽ നിൽക്കാൻ, വിഷ്വൽ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കാൻ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ അത്തരത്തിലുള്ള മൂവീസ് ഒക്കെ കാണാം. ഓക്കെ, ഇനി വൈൽ കമ്മിങ് ടു നമ്മുടെ ഒരു സിസോഫ്രീനിയയിൽ പറയും തോറും ഇനി മേജറായിട്ട് നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് സിംറ്റംസ് എന്നാണ്. സിംറ്റംസ് വേരി ചെയ്യുന്നത്, ചിലത് ഡെലൂഷൻസ് ആയിട്ടായിരിക്കാം, ഹാലൂസിനേഷൻ ആയിട്ടായിരിക്കാം, നെഗറ്റീവ് സിംറ്റംസ് ആയിട്ടായിരിക്കാം. ഇനി നമുക്ക് മേജറായിട്ട് സിസോഫ്രീനിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നത് അതിന്റെ സിംറ്റംസ് ആണ്. സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഡെലൂഷൻസ് ആയിരിക്കാം, ഹാലൂസിനേഷൻസ് ആയിരിക്കാം, അതേപോലെ തന്നെ നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സിസോഫ്രീനിയ ആയിരിക്കാം. നമ്മുടെ വീഡിയോ ചെറുതാക്കേണ്ടത് കൊണ്ട് നമ്മൾ ആ ഒരു പോർഷൻ സെക്കൻഡ് വീഡിയോ പാർട്ടിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് ഡെലൂഷൻ എന്നും അതിന്റെ ടൈപ്സ്, ഹാലൂസിനേഷൻ എന്താണ് അതിന്റെ ടൈപ്സ് and negative symptoms of schizophrenia discuss ചെയ്യുന്നതായിരിക്കും. So thank you so much. Bye.